ഫേസ്ബുക്കിൽ നമ്മൾ വീഡിയോ അല്ലെങ്കിൽ റീലൊക്കെ കാണുന്ന സമയത്ത് അത് വേഗത കൂട്ടി കാണാനുള്ള ഒരു ഓപ്ഷൻ ഫേസ്ബുക്കിനകത്ത് വന്നിട്ട് കുറച്ച് കാലമായി. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ 2x സ്പീഡിൽ നമുക്ക് ആ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്തെന്നാൽ വളരെ നീളം കൂടിയ വീഡിയോ ആണ് നമ്മൾ കാണുന്നതെങ്കിൽ ആ വീഡിയോ ഉടനീളം നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് പിടിക്കേണ്ടി വരും. എന്നാൽ ഫേസ്ബുക്കിൻ്റെ പുതിയ അപ്ഡേറ്റിൽ ഇതിനുള്ള പരിഹാരം ഫേസ്ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ വീഡിയോ കാണുന്ന സമയത്ത് അത് നമുക്ക് 2x സ്പീഡിൽ കാണുക മാത്രമല്ല ആ 2x സ്പീഡ് ലോക്ക് ചെയ്ത് വീഡിയോ ഉടനീളം നമുക്ക് പ്രസ് ചെയ്ത് പിടിക്കാതെ തന്നെ വേഗത്തിൽ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫേസ്ബുക്കിനകത്തെ ഈ പുതിയ ഓപ്ഷൻ്റെ കൂടെ തന്നെ 2 ഉപകാരപ്രദമായ സെറ്റിംഗ്സ് കൂടി പറഞ്ഞു തരാം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ടൈം ലൈനിൽ കാണുന്ന വീഡിയോ ആയാലും റീൽ ആയാലും ഇത് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ടൈം ലൈനിൽ കാണുന്ന വീഡിയോ ആണെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യണം. റീലാണെങ്കിൽ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടാണല്ലോ ഉണ്ടാകുക. എന്നിട്ട് നിങ്ങൾ കാണുന്ന വീഡിയോയുടെ ഏകദേശം ഈ ഭാഗത്താണ് പ്രസ് ചെയ്യേണ്ടത്. താഴോട്ട് പോകരുത്. ആ ഭാഗത്ത് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം 2x സ്പീഡിൽ വീഡിയോ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുമ്പൊക്കെ ഇതിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രമേ ഈ 2x സ്പീഡിൽ വർക്ക് ചെയ്യുള്ളൂ. എന്നാൽ ഈ 2x സ്പീഡ് എന്ന് കാണിക്കുന്നതിൻ്റെ ഇടതുഭാഗത്തായിട്ട് മുകളിലേക്ക് ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കുന്നതാണ്. ചില സമയത്ത് അത് താഴേക്കായിരിക്കും. മുകളിലേക്കാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രസ് ചെയ്ത് പിടിച്ച വിരലുണ്ടല്ലോ അത് മുകളിലേക്ക് നീക്കുമ്പോൾ ആ താഴെ ആരോ മാർക്ക് ഉണ്ടായ സ്ഥാനത്ത് ഒരു ലോക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ മുകളിലേക്ക് ഉയർത്തിയ വിരൽ നേരെ താഴെ ആ ലോക്കിലേക്ക് വെച്ച് കൊടുത്താൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വീഡിയോ 2x സ്പീഡിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ വിരൽ കൊണ്ട് നമുക്ക് പ്രസ് ചെയ്ത് പിടിക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് ഒരു കൈ കൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഞാനിപ്പോൾ താഴെ വെച്ചത് കൊണ്ടാണ് 2 കൈ ഉപയോഗിക്കുന്നത്. നിങ്ങൾ വീഡിയോയുടെ ഈ ഭാഗത്ത് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ആരോ മാർക്ക് എവിടെയാണെന്ന് നോക്കുക. മുകളിലേക്കാണോ താഴേക്കാണോ? താഴേക്കാണെങ്കിൽ താഴോട്ട് നീക്കുക. ഇനി മുകളിലേക്കാണെങ്കിൽ മുകളിലേക്ക് നീക്കി കഴിഞ്ഞാൽ അവിടെ ലോക്കിൻ്റെ ചിത്രം വരും. ജസ്റ്റ് അവിടെ വിരൽ വെച്ച് കൊടുത്തിട്ട് കൈ ഇളക്കിയാൽ മതി. അപ്പം നമുക്ക് 2x സ്പീഡിൽ തന്നെ വീഡിയോ പ്ലേ ആകുന്നതാണ്. ഇനി ഉപകാരപ്രദമായ കുറച്ച് വീഡിയോ സെറ്റിംഗ്സ് പറഞ്ഞു തരാം. നിങ്ങൾ ഫേസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടതുഭാഗത്ത് 3 ലൈൻസിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അല്ല നിങ്ങൾ പഴയ ഫേസ്ബുക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ വലതുഭാഗത്തുള്ള പ്രൊഫൈൽ ഐക്കണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിപ്പോൾ ഞാൻ ഇടതുഭാഗത്തുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുന്നത്. അല്പം താഴെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് കാണാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സിനകത്ത് അല്പം താഴെയായിട്ട് നിങ്ങൾക്ക് മീഡിയ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ കാണിച്ചു തരാം. മീഡിയ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അത് ഓപ്പൺ ചെയ്താൽ വീഡിയോ ക്വാളിറ്റി ഒപ്റ്റിമൈസ്ഡിലാണ് ഉണ്ടാകുക. അത് മാറ്റിയിട്ട് ഡാറ്റ സേവിലേക്ക് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 40% മൊബൈൽ ഡാറ്റ ലാഭിക്കാൻ സാധിക്കും. ഇത് മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ്. വൈഫൈ ഉപയോഗിക്കുന്നവർക്ക് ഇത് പ്രശ്നമല്ല. ഇനി തൊട്ട് താഴെ ഓട്ടോ പ്ലേ ഇൻ ഫീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അത് ഓൾറെഡി മൊബൈൽ ഡാറ്റയിലും വൈഫൈയിലുമായിരിക്കും ഉണ്ടാകുക. അത് മാറ്റിയിട്ട് വൈഫൈ ഓൺലി ആക്കുകയാണെങ്കിലുള്ള പ്രയോജനം, നിങ്ങൾ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ചില വീഡിയോകൾ ഓട്ടോമാറ്റിക്കലി പ്ലേ ആകുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അത് പിന്നീട് വൈഫൈയിൽ മാത്രമേ ആകൂ, മൊബൈൽ ഡാറ്റയിലാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയൊരു മൊബൈൽ ഡാറ്റ ലാഭിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.